മിഡിൽ ഈസ്റ്റിലെ പുതിയ ഒരു അപ്ഡേറ്റ്സ് വരികയാണ്. ഇറാൻ എതിരായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനെ ആക്രമിക്കുമെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പറഞ്ഞ് ട്രംപ് കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 4 മാസത്തോളമായി നടക്കുന്ന ഇറാൻ അമേരിക്ക സംഘട്ടനങ്ങളിൽ നിരവധി പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ട്രംപ് വന്നത് ഇറാൻ ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വളരെ രൂക്ഷമായ ആക്രമണങ്ങൾ ഇറാനെതിരെ നടത്തുമെന്നാണ് ഒരു ഭീഷണിയുമായിട്ട് വന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് നേരെ വട്ടം തിരിഞ്ഞ അവസ്ഥയാണ് കാണുന്നത്. ട്രംപ് പറയുന്നു, ഈ ഇറാൻ്റെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയൊക്കെ ക്ഷേമത്തിനും ലോകത്തിൻ്റെ സമാധാനത്തിനും വേണ്ടി തങ്ങൾ ഇറാനെതിരെ നടത്താനിരുന്ന രൂക്ഷമായ ആക്രമണം നിർത്തുന്നു എന്നാണ്. അതിന് ഇസ്രായേലിനും സമ്മതമാണ് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിന് സമ്മതമാണെന്ന് ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യാതൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. ഏതായാലും ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്താൽ ഇറാനെ ആക്രമിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ട്രംപ് അമേരിക്ക ഇപ്പോൾ പിന്മാറുകയാണ്. പക്ഷേ തങ്ങൾ വലിയൊരു യുദ്ധത്തിന് വേണ്ടിയുള്ള സന്നാഹങ്ങളിൽ നിന്ന് പിന്മാറില്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അമേരിക്ക ഇറാനെതിരെ നടത്താനിരുന്ന വലിയ ഒരു ആക്രമണത്തിൽ നിന്നും അവസാന നിമിഷം പിന്മാറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഇതിൽ സൗദി ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദമുണ്ടെന്ന് പറയുന്നുണ്ട്. ഏതായാലും സൗദിയിലെ രാജകുമാരൻ ട്രംപിനെ ഇത് സംബന്ധിച്ച് ഫോണിൽ വിളിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു സ്ഥിരീകരണം പ്രകാരം ഇറാനെതിരെ രൂക്ഷമായി തങ്ങൾ നടത്താനിരുന്ന ആക്രമണം അവസാനിപ്പിച്ചു. ഇനി ഇറാൻ കരാറുമായി മുന്നോട്ട് വന്നാൽ തങ്ങളത് സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു അവസാന നിമിഷത്തെ ട്രംപിൻ്റെ പിന്മാറ്റത്തിന് കാരണം എന്തെന്നറിയില്ല. അതേസമയം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക ആസ്ഥാനങ്ങൾ, ഏതാണ്ട് 14-ൽ പരം സൈനിക ആസ്ഥാനങ്ങൾ വിവിധ അറബ് രാജ്യങ്ങളിലായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുമ്പോൾ ഇറാൻ്റെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളിലേക്കും മറ്റും അമേരിക്ക ആക്രമണം നടത്തുമ്പോൾ ഇറാൻ ചെയ്തിരുന്നത് കുവൈറ്റിലെയും ജോർദാനിലെയും UAE-യിലെയും ഖത്തറിലെയും ഒക്കെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഏറ്റവും അവസാനം ജോർദാനിലെ സൈനിക കേന്ദ്രം ആക്രമിച്ച് വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ കുവൈറ്റിലെയും ജോർദാനിലെയും സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വില കൂടിയ ഫൈറ്റർ ജെറ്റുകളൊക്കെ അമേരിക്ക ഒഴിപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ പല വിദേശ വാർത്താമാധ്യമങ്ങൾ വഴി വരികയുണ്ടായി. അത്തരത്തിൽ മിഡിൽ ഈസ്റ്റിലുടനീളം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടവും അമേരിക്കൻ സൈനികർ മരിക്കുന്ന സാഹചര്യം വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നും കൂട്ടമായി അമേരിക്കൻ സൈനികരെയും യുദ്ധ സാമഗ്രികളെയും ഒക്കെ അമേരിക്ക ഒഴിപ്പിച്ചിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് യാത്ര അനാവശ്യമായി നടത്തരുത് എന്ന് അമേരിക്കൻ പൗരന്മാർക്ക് പെൻറ്റഗൺ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു വലിയ യുദ്ധത്തിന് ഇസ്രായേലും അമേരിക്കയും കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ പിന്മാറ്റം ഉണ്ടായിരിക്കുന്നത്. പ്രതിരോധ മിസൈലുകളുടെ അപര്യാപ്തതയും ഈ യുദ്ധോപകരണങ്ങളുടെ അപര്യാപ്തതയും അമേരിക്കയുടെ പിന്മാറ്റത്തിന് കാരണമായി എന്ന് ചില ഇസ്രായേലി അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ട്രംപ് ഇറാനെ ആക്രമിക്കാനിരുന്ന ആ ആക്രമണ ശ്രമത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇനി എന്താണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ലോകം കാത്തിരിക്കുകയാണ്. ഏതായാലും ഒരു യുദ്ധവിരാമത്തിൻ്റെ സൂചന പല പ്രാവശ്യം മാറിയും മറിഞ്ഞും വന്നു. ഇസ്രായേലിൻ്റെ നിർബന്ധ ബുദ്ധിയിൽ ഇറാനെതിരെ വീണ്ടും ആക്രമണത്തിന് തുനിഞ്ഞ ട്രംപ് അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു. ഇറാനും തങ്ങളുമായൊരു സമവായത്തിലെത്തിയെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല.